ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കൂർക്ക ഇട്ട് വെച്ച അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പി പരിചയപ്പെടാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫും 1/2 കിലോ കൂർക്കയുമാണ്. ആദ്യമായി തന്നെ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കുവാൻ വേണ്ടി അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4-5 പച്ചമുളക് ചതച്ചത്, മീഡിയം ടൈപ്പിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത്, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത്, അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് 5-6 വിസിൽ വരുന്നവരെ നമുക്ക് ബീഫ് പാകപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ബീഫ് ഒരു 1/4 വേവോളമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 2 വിസിലൂടെ അടിച്ചെടുക്കാം. അടുത്തതായി ബീഫിലേക്കുള്ള മസാലകൾ തയ്യാറാക്കുവാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 പട്ട, 4-5 പീസ് ഏലക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിളക്കുക. അടുത്തതായി അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം ചേർത്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ 1 പിടി ചെറിയ ഉള്ളി, 2 ചെറിയ സൈസ് സവാള ചേർത്ത് കൂടെ തന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സവാള എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴണ്ട് വന്ന തക്കാളി ഉള്ളിയിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഇതോടൊപ്പം തന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇട്ട് കൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കൂർക്കയും ബീഫും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. എണ്ണ തെളിയും വരെ നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി ചേർത്തിളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ ബീഫിൽ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് നമ്മുടെ ബീഫ് കൂർക്ക റോസ്റ്റ് റെഡിയായി വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഒരല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.